ഇന്ന് നമുക്ക് സാമ്പാർ റൈസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി 1 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് തൂരപ്പരിപ്പ് എടുക്കുക. അത് നന്നായി കഴുകി വൃത്തിയാക്കി അവിടെ മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് സവോള ഇതേപോലെ സ്ക്വയറായി കട്ട് ചെയ്തത്, പിന്നെ കറിവേപ്പില, ഉലുവപ്പൊടി, കായത്തിൻ്റെ പൊടി അതൊക്കെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ്, മുരിങ്ങക്കായ, മത്തങ്ങ, വഴുതനങ്ങ ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് മസാലപ്പൊടി ചേർത്തതിന് ശേഷം ചേർക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ സാമ്പാർ പൊടി ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. അത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇനി അടുത്ത് ചേർക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തു. പിന്നെ ലാസ്റ്റ് ഇത് ഇവിടെ കിട്ടുന്ന ഒരു പച്ചപ്പട്ടാണി എന്ന് പറയൂ കേട്ടോ, അതാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചത് അതിന്റെ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച അരിയും തൂരപ്പരിപ്പും കൂടെ നമ്മൾ ചേർത്തു. ഇതിലേക്ക് നമ്മൾ ഈ 1.5 ഗ്ലാസ്സിന് നമ്മൾ ടോട്ടൽ ഒഴിച്ചു കൊടുത്തത് 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അതനുസരിച്ച് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ ലിഡ് ഇട്ടു കേട്ടോ. വെയിറ്റ് ഇട്ട് കൊടുത്തു. ഒരു 4 വിസിൽ വെക്കണം കേട്ടോ. 4 വിസിലിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തപ്പോൾ കുറച്ച് കട്ടിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതേ ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് സാമ്പാർ റൈസ് കിട്ടാനായിട്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് അതിൽ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് കേട്ടോ. അത് നമ്മൾ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൂട്ടാം. അപ്പോൾ ഈ നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റൈസ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന്, പിന്നെ നമുക്കിത് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മല്ലിയില ലാസ്റ്റ് ഒന്ന് ചേർത്ത് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മണം കൂടെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ബാംഗ്ലൂരൊക്കെ ഈ സാമ്പാർ റൈസ് ബൂന്തി ഇട്ടിട്ടാണ് കഴിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.